പാലപ്പള്ളി കുണ്ടായിയിൽ വീണ്ടും പുലിയിറങ്ങി. വട്ടത്തൊടി ഖദീജയുടെ തൊഴുത്തിൽ കെട്ടിയിട്ട കന്നുകുട്ടിയെ പുലി കൊന്നു. ഭീതിയോടെ പ്രദേശവാസികൾ. തിരുവല്ലുവാമലയിൽ മാവിന്റെ കൊമ്പൊടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീണു. മുള്ളൂർക്കരയിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച് കാർ യാത്രക്കാർക്ക് പരിക്ക്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ എത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി പണം പിരിക്കുന്നതായി പരാതി. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് PTA. വാർത്തകൾ വിശദമായി. പാലപ്പള്ളി കുണ്ടായിയിൽ പുലിയിറങ്ങി തൊഴുത്തിൽ കെട്ടിയിട്ട കന്നുകുട്ടിയെ കൊന്നു. കുണ്ടായി ചക്കിപ്പറമ്പ് ഉന്നതിക്ക് സമീപത്തെ പാടിയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളിയായ വട്ടത്തൊടി വീട്ടിൽ ഖദീജയുടെ കന്നുകുട്ടിയെ ആണ് ചത്തത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് ജനവാസ മേഖലയിൽ പാടിയോട് ചേർന്നുള്ള തൊഴുത്തിൽ പുലിയിറങ്ങിയത്. പശുവിനെ കറക്കാനെത്തിയ വീട്ടുകാരാണ് കന്നുകുട്ടിയെ ചത്ത നിലയിൽ കണ്ടത്. 1 മാസം പ്രായമായ കന്നുകുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി പ്രദേശത്തിറങ്ങിയ പുലിയെ നാട്ടുകാർ കണ്ടിരുന്നു. റോഡ് മുറിച്ചു കടന്ന തോട്ടത്തിലേക്കാണ് പുലി പോയതെന്ന് പറയുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് കൊന്നതോടെ നാട്ടുകാർ ഭീതിയിലാണ്. 1 മാസം മുൻപ് കുണ്ടായി പ്രദേശത്തിറങ്ങിയ പുലി പശുക്കളെ ആക്രമിച്ചിരുന്നു. പുലിശല്യം രൂക്ഷമായതോടെ നാട്ടുകാരുടെ പരാതിയിൽ പുലിയെ കണ്ടെത്താൻ വനംവകുപ്പ് ട്രാപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു എങ്കിലും പുലിയുടെ ചിത്രങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിരുന്നില്ല. തോട്ടം മേഖലയിൽ വീണ്ടും പുലിയിറങ്ങിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. തിരുവല്ലുവാമല അവിൽ മില്ലിന് സമീപം റോഡരികിലെ മാവിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. ലക്കിടിയിൽ നിന്നും വരികയായിരുന്ന കാറിന് മുകളിലേക്കാണ് മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. കോയമ്പത്തൂർ സ്വദേശി ബാബു ഓടിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. മരക്കൊമ്പ് പൊട്ടി വീണതിനെ തുടർന്ന് പ്രദേശത്തെ വൈദ്യുതിയും തിരുവല്ലുവാമല ഒറ്റപ്പാലം പ്രധാന പാതയിലെ ഗതാഗതവും ഏറെ നേരം തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് പഴയന്നൂർ പോലീസും KSEB തിരുവല്ലുവാമല സെക്ഷനിലെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും നാട്ടുകാരും ചേർന്നാണ് മരക്കൊമ്പ് മുറിച്ചു നീക്കിയത്. മുള്ളൂർക്കരയിൽ കാർ നിയന്ത്രണം വിട്ട് ഇടിച്ച് വൈദ്യുതി തൂൺ തകർന്നു. കാർ യാത്രക്കാർക്ക് പരിക്ക്. കാറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഷൊർണൂർ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷനായി എത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി പണം പിരിക്കുന്നതായി പരാതി. വികസന ഫണ്ട് എന്ന പേരിൽ 500 രൂപയാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നത്. ഇതിനെതിരെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU സംഘടനകൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അഡ്മിഷന് ഫീസ് ഇനത്തിൽ 50 രൂപ മാത്രമേ ഈടാക്കാൻ പാടുള്ളൂ എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. 3000-ഓളം വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഇതിൽ ഭൂരിഭാഗവും സാധാരണക്കാരുടെയും നിർധന കുടുംബാംഗങ്ങളുമാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായ്, KSU നേതാക്കളായ അക്ഷയ് വെള്ളറക്കാട്, ഷിയാസ് ചിറ്റണ്ട എന്നിവർ സ്കൂളിൽ നേരിട്ടെത്തി പ്രധാന അധ്യാപികയെ കണ്ട് പ്രതിഷേധമറിയിച്ചു. സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായാണ് ഫീസ് വാങ്ങിയിട്ടുള്ളത് എന്നും നിർബന്ധമായി ആരിൽ നിന്നും ഫീസ് ഈടാക്കുന്നില്ല എന്നും പരാതിയുള്ളവരുണ്ടെങ്കിൽ ഫീസായി വാങ്ങിയ തുക തിരികെ നൽകാമെന്നും പ്രധാന അധ്യാപിക ഉറപ്പു നൽകിയതായി കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ നിർദ്ദേശപ്രകാരം അഡ്മിഷൻ നടത്തുന്ന ക്ലാസ് മുറിക്ക് മുന്നിൽ വികസന ഫണ്ട് 500 രൂപ നിർബന്ധമില്ല എന്ന പോസ്റ്ററും സ്കൂളിൽ പതിച്ചിട്ടുണ്ട്. അഡ്മിഷന്റെ പേരിൽ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഈ ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് എരുമപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ. അതും വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ് ഇവിടെ വിദ്യാഭ്യാസത്തിനായിട്ട് ആശ്രയിക്കുന്നത്. ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് വെറും 50 രൂപയാണ് അഡ്മിഷൻ്റെ ഫീസ്, അത് PTA ഫണ്ട്. അതിന് പുറമെ 500 രൂപ വികസന ഫണ്ട് എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായി കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇവിടെ പിരിച്ചെടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ 1-2 രക്ഷിതാക്കൾ ഇന്നലെ ഞങ്ങളതിനെ വിളിച്ച് സ്കൂളിൽ ഇങ്ങനെ നിർബന്ധിത പിരിവ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നിവിടെ സ്കൂളിൽ വരികയും HM-ആയിട്ട് സംസാരിച്ചു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷനായി വിദ്യാർത്ഥികളിൽ നിന്നും നിർബന്ധിതമായി ഫീസ് പിരിക്കുന്നുണ്ട് എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് SMC PTA ഭാരവാഹികൾ അറിയിച്ചു. സംഭാവനയായി തരാൻ താൽപ്പര്യമുള്ള രക്ഷിതാക്കളിൽ നിന്ന് മാത്രമാണ് സ്കൂൾ വികസന ഫണ്ടിലേക്ക് പണം സ്വീകരിച്ചത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് എരുമപ്പെട്ടി. ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി തന്നെ വലിയ തുകയാണ് ചിലവ് വരുന്നത്.
ഇത്തരത്തിൽ ലഭിക്കുന്ന സംഭാവനകളിൽ നിന്നാണ് സ്കൂളിലെ പല പ്രവർത്തനങ്ങൾക്കും ഫണ്ട് ചെലവഴിക്കുന്നത്. മുൻ വർഷങ്ങളിലും സ്കൂൾ വികസന സമിതി സംഭാവനകൾ സ്വീകരിക്കാറുണ്ടെന്നും മറ്റ് സ്കൂളുകളിലും ഇത്തരത്തിൽ ഫണ്ട് സ്വരൂപിക്കാറുണ്ടെന്നും ഇത് നിർബന്ധിത പിരിവല്ലെന്നും PTA ഭാരവാഹികളായ VS ശ്രീജൻ, റോബർട്ട് എടപ്പുള്ളി എന്നിവർ അറിയിച്ചു. ആകെ നമ്മൾ വാങ്ങുന്നത് സംഭാവന എന്ന രീതിയിൽ മാത്രമാണ് ഈ സ്കൂൾ പൈസ കൈപ്പറ്റുന്നുള്ളൂ. അതല്ലാതെ ഒരു പൈസ നമ്മൾ കൈപ്പറ്റുന്നില്ല. അത് ഈ ചെറിയ രീതിയിലുള്ള ആളുകളുണ്ട്, വലിയ രീതിയിലുള്ള ആളുകളും ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്നുണ്ട്. ഈ സ്കൂളിൽ ഒരുപാട് ദൈനംദിനമായിട്ടുള്ള ചെലവുകൾ നടന്നുകൊണ്ടുള്ള സ്കൂളാണ്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയൊരു സ്കൂൾ കൂടിയാണ് ഈ സ്കൂള്. അതിൽ എന്നും ഓരോരോ ചെറിയ ദൈനംദിന വിഷയങ്ങൾ നമുക്ക് എപ്പോഴും ചെലവുകൾ നമുക്ക് എപ്പോഴും വരുന്നതാണ്. അതിന് ഫണ്ട് കണ്ടെത്താൻ സർക്കാരിൽ നിന്ന് നമുക്ക് ഫണ്ട് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഈ കഴിവുള്ള ആ കുട്ടികളുടെ പിതാക്കൾക്ക് ഈ സ്കൂളിന് എന്തെങ്കിലും സംഭാവനയായിട്ട് തരാൻ കഴിയുമെങ്കിൽ അവർക്ക് തരാം എന്ന് മാത്രമാണ് നമ്മൾ PTA ആവശ്യപ്പെടുന്നുള്ളൂ. അത് ഒരു നിർബന്ധ പിരിവില്ല. നമ്മളവിടെ കൃത്യമായിട്ട് ഈ 500 രൂപ ബോർഡ് വെച്ചിട്ടുണ്ട്, തരേണ്ട ആവശ്യമില്ല. ഉള്ളവർക്ക് തന്നാൽ മതി എന്നുള്ള ബോർഡ് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഉള്ളവർക്ക് ഈ സ്കൂളിനോടുള്ള സ്നേഹമുള്ള സ്കൂളിന്റെ വികസനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് കഴിയാവുന്ന സംഭാവന എന്തുവേണമെങ്കിലും തരാം, അത്രമാത്രം. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കൊട്ടിലാക്കൽ പറമ്പിൽ നടത്തുന്ന എക്സിബിഷന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെയും ദേവസ്വം ഓഫീസിന്റെ സമീപത്തുള്ള ബഹുനില അലങ്കാര പന്തലിന്റെയും അലങ്കാര ദീപങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും മന്ത്രി നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, കൗൺസിലർമാരായ സ്മിത, സന്തോഷ്, ബോബൻ, നഗരസഭാ മുൻ ചെയർമാൻ MP ജാക്സൺ, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഉഷ നന്ദിനി തുടങ്ങിയവർ സംസാരിച്ചു. പള്ളിവേട്ട ആൽത്തറയുടെ അലങ്കാര ദീപങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും മന്ത്രി നിർവഹിച്ചു. പ്രവാസിയായ നിഷാർ അഷറഫാണ് പള്ളിവേട്ട ആൽത്തറയുടെ ദീപാലങ്കാരം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. KG അനിൽകുമാർ ഉൾപ്പെടെ നമ്മുടെ ദേവസ്വത്തിന്റെ സാരഥികളും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചരിത്രമുറങ്ങുന്ന ഭൂമിയാണ്. പെരിഞ്ഞനത്ത് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. പെരിഞ്ഞനം 4-ാം വാർഡിൽ തൊട്ടുപുറത്ത് ബാലൻ മകൻ 21 വയസ്സുള്ള പ്രണവ് ആണ് മരിച്ചത്. വെമ്പല്ലൂർ അസ്മാബി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയും SFI പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായിരുന്നു പ്രണവ്. പ്രസിദ്ധമായ കാട്ടകാമ്പാൽ പൂരത്തിന്റെ കൊടിയിറങ്ങി. വ്യാഴാഴ്ച രാവിലെ കാളി ദാരിക വാക്പോരിനും യുദ്ധത്തിനുമൊടുവിൽ ഓടിയൊളിക്കുന്ന ദാരികനെ കണ്ടെത്തി പ്രതീകാത്മക നിഗ്രഹം നടത്തിയതോടെ ക്ഷേത്രോത്സവത്തിന് കൊടിയിറങ്ങി. പുലർച്ചെ പാലയ്ക്കൽ കാവിലെത്തിയ ഭഗവതിയെ കാളിയും ദാരികനും പറവച്ച് സ്വീകരിച്ചു. ക്ഷേത്രത്തിലെത്തി തേരിൽ കയറി മതിലകത്തേക്ക് പടനയിച്ച കാളിയെയും ദാരികനെയും പൂരത്തിനെത്തിയ കൊമ്പന്മാർ അനുഗമിച്ചു. നടപ്പുര മേളത്തിന് ശേഷം കാളിയാണ് വാക്പോരിന് തുടക്കം കുറിച്ചത്. ദാരികപ്പട വാക്പോര് ഏറ്റുപിടിച്ചതോടെ കുപിതയായ കാളി തേര് പൊളിച്ച് യുദ്ധത്തിനൊരുങ്ങി. പേടിച്ചോടിയ ദാരികൻ ക്ഷേത്രത്തിന് സമീപം ഒളിച്ചിരുന്നു. കൊല്ലാനെത്തിയ കാളിയോട് കൊല്ലരുതേയെന്ന് ദാരികൻ കാലുപിടിച്ചെങ്കിലും പ്രതീകാത്മക വധം നടത്തി. ദാരിക കിരീടവുമായി കാളി മടങ്ങി. തിടമ്പേറ്റിയ കൊമ്പനെ കിരീടവും വാളും ഒഴിഞ്ഞതിനു ശേഷം കൊമ്പൻ കൊടിമരം തള്ളിയതോടെ പൂരത്തിന് സമാപനമായി. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേപ്പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ തിരുനാൾ സപ്ലിമെന്റ് പുറത്തിറക്കി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി സപ്ലിമെന്റിന്റെ പ്രകാശനം നിർവഹിച്ചു. തെക്ക് ഭാഗം വെടിക്കെട്ട് കമ്മിറ്റി പ്രസിഡന്റ് KF ലാൻസൻ അധ്യക്ഷനായി. സെക്രട്ടറി ജോൺ ബെന്നിസ്, ട്രഷറർ ജിൽസ് പാവറട്ടി, ജിൻ വർഗീസ്, ലിജോ പീറ്റർ, AJ ജോയ്, CJ ഫ്രാൻസിസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പാവറട്ടി സെയിന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിന് പള്ളിയുടെ ആകൃതിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച ആകർഷകവും ചാരുതയുള്ളതുമായ മെഴുകുതിരി സ്റ്റാൻഡുകൾ വഴിപാടായി ലഭിച്ചു. സോജൻ കുത്തൂരാണ് പള്ളിക്ക് ഇരുവശത്തും സ്ഥാപിക്കുന്നതിനായി ആധുനിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച് നിർമ്മിച്ച മെഴുകുതിരി സ്റ്റാൻഡ് വഴിപാടായി നൽകിയത്.
തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി മെഴുകുതിരി സ്റ്റാൻഡിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു. മാനേജിംഗ് ട്രസ്റ്റി ഒ.ജെ. ഷാജൻ, ട്രസ്റ്റിമാരായ പിയൂസ് പുലിക്കോട്ടിൽ, കെ.ജെ. വിൻസെന്റ്, വിൽസൺ നീലങ്കാവിൽ, പി.ആർ.ഒ. റാഫി നീലങ്കാവിൽ എന്നിവർ പങ്കെടുത്തു. പാവറട്ടി വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാളിനുള്ള പ്രസിദ്ധമായ ചെത്തുമാങ്ങ അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങി. 2700 കിലോ മാങ്ങയാണ് അച്ചാർ തയ്യാറാക്കുന്നതിനായി ഊട്ടുപുരയിൽ എത്തിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച രാവിലെ തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരിയുടെ ആശീർവാദത്തിനു ശേഷം അച്ചാറിനുള്ള മാങ്ങ ചെത്ത് ആരംഭിച്ചു. വിവിധ കൺവീനർമാരായ കെ.ഡി. ജോസ്, ആൽബർട്ട് തരകൻ, വി.ആർ. ജോൺ, ജോയിന്റ് കൺവീനർമാരായ സാബു ലൂയിസ്, പി.ജെ. വിൻസെന്റ്, കെ.ഒ. ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പാചകപ്പുരയിലെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത്. 1.5 ലക്ഷം പേർക്കാണ് ഇത്തവണ നേർച്ച ഭക്ഷണം ഒരുക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10-ന് നൈവേദ്യ പൂജയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവദിക്കും. തുടർന്ന് ആരംഭിക്കുന്ന നേർച്ച ഊട്ട് ഞായറാഴ്ച 2 മണിവരെയും തുടരും. ഒല്ലൂർ ESIക്ക് സമീപം ഉണ്ടായ വാഹനാപകടത്തിൽ മധ്യവയസ്കൻ മരിച്ചു. ചിരിയങ്കണ്ടത്ത് കാരക്കട 54 വയസ്സുള്ള ബിജു ആണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. റോഡ് മുറിച്ചു കടക്കവേ കാർ ഇടിക്കുകയായിരുന്നു. ഒല്ലൂരിലെ ആക്ട്സ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും വ്യാഴാഴ്ച പുലർച്ചെ മരണം സംഭവിച്ചു. ഒല്ലൂർ വ്യവസായ എസ്റ്റേറ്റിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചയാളെ ആക്രമിച്ച് പണവും സ്വർണമാലയും കവർച്ച ചെയ്ത കേസിൽ 5 പേരും കാപ്പ ഉത്തരവ് ലംഘിച്ചയാളും അറസ്റ്റിൽ. കൊള്ളിത്തറ വീട്ടിൽ ഷാനവാസ്, മേത്തല അഞ്ചപ്പാലം സ്വദേശി ഈശ്വരമംഗലത്ത് വീട്ടിൽ വിജേഷ്, മേത്തല സ്വദേശി നെല്ലിപ്പറമ്പിൽ വീട്ടിൽ ഫാസിൽ, മേത്തല അഞ്ചപ്പാലം സ്വദേശി അറക്കുളം വീട്ടിൽ ഹനീസ്, മേത്തല എടമുക്ക് സ്വദേശി പെരുമ്പിയിൽ വീട്ടിൽ ഷാനവാസ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ മേത്തല കയർ സൊസൈറ്റി സ്വദേശി വാലത്തറ വീട്ടിൽ മാക്കാൻ രാജേഷ് സുഹൃത്തുമൊത്ത് കാറിൽ സഞ്ചരിക്കവെയാണ് 5-അംഗ സംഘം ആക്രമിച്ചത്. 14 ഗ്രാം തൂക്കമുള്ള സ്വർണമാലയും 21,000 രൂപയും പ്രതികൾ കവർന്നിരുന്നു. അതേസമയം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡിയായ രാജേഷിനെ കാപ്പ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചതിനെ അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ ബി.കെ. അരുൺ, എസ്ഐമാരായ കെ. സാലിം, സജിൽ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷമീർ, നിനൽ, ജിജോ ജോസഫ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ ആർമിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും വിജയത്തിനുമായി ഗുരുവായൂരിൽ വഴിപാട്. പൊതുപ്രവർത്തകൻ വത്സൻ താമരയൂരാണ് ജവാന്മാരുടെ ആരോഗ്യത്തിനായി ഗുരുവായൂർ ദേവസ്വം കീഴേടമായ താമരയൂർ ക്ഷേത്രത്തിൽ വഴിപാട് കഴിച്ചത്. ഇതിനായി എള്ളുതിരി, പുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ ഷീട്ടാക്കി. ദിവസേന നിരവധി വാഹനങ്ങളും കാൽനടക്കാരും സഞ്ചരിക്കുന്ന ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡരികിൽ അപകടം പതിയിരിക്കുന്നു. 150 അടിയിലേറെ താഴ്ചയുള്ള പഴയ കരിങ്കൽ ക്വാറിയാണ് ഇവിടെ റോഡരികിൽ വാപിളർന്ന് നിൽക്കുന്നത്. റോഡിനെയും ക്വാറിയെയും വേർതിരിക്കുന്ന ഭാഗത്ത് കമ്പിവേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അപകട സാധ്യത കുറയ്ക്കാൻ ഇത് പര്യാപ്തമല്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ കെ.ജി. രവീന്ദ്രനാഥ് പറയുന്നു. ധാരാളം വലിയ വാഹനങ്ങൾ ഈ വഴിക്ക് പോണതാണ്. അപ്പോൾ ഈ റോഡിന്റെ ഈ സൈഡില് വലിയൊരു പാറമട സ്ഥിതി ചെയ്യുന്നുണ്ട്, കരിങ്കൽ ഖനനം നടത്തിയിട്ട്. അപ്പോൾ ഇവിടെ സമീപം ഒരു നാമമാത്രമായ രീതിയിൽ ഒരു കമ്പിവേലി മാത്രമാണ് കെട്ടിക്കുന്നത്. ഈ കമ്പിവേലി ഒരിക്കലും ശാശ്വതമായ പരിഹാരമല്ല. മാത്രമല്ല ഇതൊക്കെ തുരുമ്പ് പിടിച്ചു. ഇവിടെ ശരിക്കും വേണ്ടത് റെയിൽ ഗാർഡ് സ്ഥാപിച്ച് ഇവിടെ സുരക്ഷാ ഭിത്തി നിർമ്മിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അപകടം വരില്ല. റോഡിൽ കുത്തനെ ഇറക്കമുള്ള ഭാഗത്ത് ഏതെങ്കിലും വാഹനങ്ങൾ നിയന്ത്രണം വിട്ടാൽ ആഴമേറിയ ക്വാറിയിൽ ചെന്നു വീണ് ആളപായമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇഞ്ചക്കുണ്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ സൈക്കിളിൽ പോകുന്നത് ഇതുവഴിയാണ്. കൂടാതെ ചൊക്കന, പാലപ്പിള്ളി, കുണ്ടായി, മൈസൂർ, ഖബർ എസ്റ്റേറ്റുകളിലേക്കുള്ള തോട്ടം തൊഴിലാളികളും പുലർച്ചെ ഇരുചക്രവാഹനങ്ങളിൽ ജോലിക്ക് പോകുന്നതും ഇതുവഴിയാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് ക്വാറിയോട് ചേർന്നുള്ള റോഡരികിൽ ഉറപ്പേറിയ റെയിൽ ഗാർഡുകൾ ഉപയോഗിച്ചുള്ള സുരക്ഷാ ഭിത്തി നിർമ്മിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത്. അതുവരെ മുന്നറിയിപ്പ് ബോർഡും രാത്രിയിൽ കൂടുതൽ വെളിച്ചം കിട്ടുന്ന തരത്തിലുള്ള വഴിവിളക്കും സ്ഥാപിച്ച് അപകട സാധ്യത ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് രവീന്ദ്രനാഥ് അധികൃതർക്ക് നിവേദനം നൽകി. TCV കൊടകര. മറ്റു വാർത്തകളിലേക്ക്. പ്രശസ്ത സൈക്കിൾ സഞ്ചാരി A.K.A. റഹ്മാൻ കൊടുങ്ങല്ലൂരിൽ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. എറിയാട് അയ്യാരിൽ കുടുംബാംഗമായ ഇദ്ദേഹം മാധ്യമപ്രവർത്തകൻ, എഴുത്തുകാരൻ, അധ്യാപകൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്.
യാത്രകളെ പ്രണയിച്ചിരുന്ന എ റഹ്മാന് സൈക്കിളായിരുന്നു ജീവിതം. കെനിയയിലെ നൈറോബിയിൽ തൊഴിൽ തേടിയെത്തിയ അദ്ദേഹം പ്രശസ്ത സൈക്കിൾ സഞ്ചാരിയായ മോഹൻകുമാറുമൊത്താണ് സൈക്കിൾ യാത്രകൾക്ക് തുടക്കമിട്ടത്. സൈക്കിളിൽ വിവിധ രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. സാമൂഹ്യ സേവനം, പത്രപ്രവർത്തനം എന്നിവയിൽ ഡിപ്ലോമകളും ധനതത്വശാസ്ത്രത്തിൽ MA ബിരുദവും നേടിയിട്ടുള്ള എ റഹ്മാൻ നിരവധി പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. ദേശീയോദ്ഗ്രഥനം എന്ന പേരിൽ മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു. യാത്രയോടുള്ള പ്രണയം കൊണ്ട് തന്റെ വീടിന് യാത്ര എന്ന് പേര് നൽകി എ റഹ്മാൻ. പുതിയ തലമുറയ്ക്ക് അപരിചിതനാണെങ്കിൽ കൂടി കൊടുങ്ങല്ലൂരിന്റെ ചരിത്രത്തിൽ എ റഹ്മാനും സൈക്കിളിനും ഒരിടമുണ്ട്. കുന്നംകുളത്ത് ആളൊഴിഞ്ഞ പറമ്പിൽ ഉടമസ്ഥന്റെ സമ്മതമില്ലാതെ ദുരൂഹ സാഹചര്യത്തിൽ ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തി. ചൊവ്വന്നൂർ മീമ്പിക്കുളത്തിന് സമീപം താമസിക്കുന്ന പുതുക്കുളങ്ങര ബാലഗോപാലൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിലാണ് ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. അസഹ്യമായ ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഒട്ടകത്തിന്റെ ജഡം കണ്ടത്. തുടർന്ന് വാർഡ് കൗൺസിലറെയും കുന്നംകുളം പോലീസിനെയും വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ അയൽവാസിയായ ഗൃഹനാഥനാണ് ഒട്ടകത്തിന്റെ ജഡം കുഴിച്ചിട്ടത് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്ട്സിന്റെ സ്ഥാപക ദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് ആക്ട്സ് ജനറൽ സെക്രട്ടറിയും കോർപ്പറേഷൻ മേയറുമായ MK വർഗീസ് പതാക ഉയർത്തി. വടക്കാഞ്ചേരിയിൽ നടന്ന ചടങ്ങിൽ ആക്ട്സ് ജില്ലാ വൈസ് പ്രസിഡന്റ് CR വത്സൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കൺവീനർ KM അബ്ദുൽ സലീം, ജില്ലാ സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ, വടക്കാഞ്ചേരി ബ്രാഞ്ച് രക്ഷാധികാരി അജിത് കുമാർ മല്ലയ്യ തുടങ്ങിയവർ സംസാരിച്ചു. പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച 4ാമത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ചെമ്പൂച്ചിറ സർക്കാർ സ്കൂൾ അധ്യാപിക CB സുനിത ദേവിയെ KK രാമചന്ദ്രൻ MLA മന്ദാരപ്പള്ളിയിലുള്ള വീട്ടിലെത്തി അനുമോദിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MR രഞ്ജിത്ത്, മറ്റത്തൂർ പഞ്ചായത്ത് അംഗം ജിഷ ഹരിദാസ് തുടങ്ങിയവർ MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഉദ്ഘാടനത്തിനൊരുങ്ങി തിരുവല്ലുവാമല പഞ്ചായത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രം. ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് വഴിയോര വിശ്രമ കേന്ദ്രം ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവില്ലാമലയുടെ ടൂറിസം സാധ്യതകൾക്ക് സഹായകരമാകുന്ന വഴിയോര വിശ്രമ കേന്ദ്രം സംസ്ഥാന ടൂറിസം വകുപ്പും ശുചിത്വ മിഷനും ചേർന്ന് 10 ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ 20 ലക്ഷം രൂപയും ഉൾപ്പെടെ 30 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ചിട്ടുള്ളത്. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള വഴിയോര വിശ്രമ കേന്ദ്രം തിരുവില്ലാമലയിലെ നവസംരംഭകനായ നൌഫൽ ആനമലയാണ് ലേല നടപടികൾ പൂർത്തിയാക്കി നടത്തിപ്പവകാശം സ്വന്തമാക്കിയിരിക്കുന്നത്. പ്രതിമാസം 31,600 രൂപ വാടകയ്ക്കാണ് നൌഫൽ ലേല നടപടികളിലൂടെ സ്വന്തമാക്കിയത്. ഉന്നത നിലവാരമുള്ള കഫ്റ്റീരിയ അടക്കമുള്ള സൗകര്യങ്ങളാണ് ടേക്ക് എ ബ്രേക്ക് എന്ന ഈ വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ ഉണ്ടാവുക. ടൂറിസം ഡിപ്പാർട്ട്മെന്റും ശുചിത്വ മിഷനും 10 ലക്ഷം രൂപ പദ്ധതിക്ക് വേണ്ടി നൽകുകയും ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 20 ലക്ഷം രൂപയും കൂടി ചേർത്ത് 30 ലക്ഷം രൂപയാണ് ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. യാത്ര ചെയ്തു വരുന്ന ദൂരയാത്ര ചെയ്തു വരുന്ന ആളുകൾക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിനും അവർക്ക് ഒരു താൽക്കാലിക വിശ്രമത്തിനുമുള്ള സംവിധാനം അവിടെ തീർച്ചയായും ഉണ്ടാവും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് വിശ്രമകേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. യുവാർ പ്രദീപ് MLA അധ്യക്ഷനായിരിക്കും. ആലത്തൂർ MP K രാധാകൃഷ്ണൻ വിശിഷ്ട സാന്നിധ്യമാകും. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ S നായർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും. TCV തിരുവില്ലാമല. ഐക്കരക്കുന്നിൽ വീടിന് സമീപത്തിരുന്ന ബൈക്ക് റോഡിന് കുറുകെയിട്ട് കത്തിച്ചതായി പരാതി. ഐക്കരക്കുന്ന് സ്വദേശി മുണ്ടോക്കാരൻ വീട്ടിൽ ആന്റണി ഫ്രാൻസിസിന്റെ ബൈക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരിഞ്ഞാലക്കുട പോലീസിൽ പരാതി നൽകി. പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു. ജനതാദൾ എസിന്റെ തൃശൂർ ജില്ലാ ഭാരവാഹിയാണ് ആന്റണി ഫ്രാൻസിസ്. ബൈക്ക് കത്തിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണോ എന്നത് വ്യക്തമല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധവും ജനവിരുദ്ധവുമായ നയങ്ങൾക്കെതിരെ ഈ മാസം 20-ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ KSEB വർക്കേഴ്സ് അസോസിയേഷൻ കൊടുങ്ങല്ലൂർ ഡിവിഷൻ ജനറൽ ബോഡി തീരുമാനിച്ചു. ഷാജി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി ദീപ K രാജൻ, സംസ്ഥാന ഭാരവാഹികളായ NK അജയൻ, AM സിദ്ദിഖ്, KV ലൈജു, ഷെരീഫ്, സന്തോഷ്, സുധീഷ്, അവിനാഷ് ബാബു, കൊടുങ്ങല്ലൂർ ഡിവിഷൻ സെക്രട്ടറി ലാലു എന്നിവർ സംസാരിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ചാവക്കാട് നഗരസഭ അവലോകന യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ ശ്രീജ പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്,
ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ, നഗരസഭാ സെക്രട്ടറി MS ആകാശ്, നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് B തുടങ്ങിയവർ സംസാരിച്ചു. സേവ്യർ ഫൊറോന ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ സമാപിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര കാർമ്മികനായി. ഫാദർ ജീസ് അക്കരപ്പട്ടിയയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകി. പ്രദക്ഷിണവും ബാൻഡുവാദ്യവും ഫാൻസി വെടിക്കെട്ടും നടന്നു. നേർച്ച ഊട്ടും ഉണ്ടായിരുന്നു. ആഘോഷ പരിപാടികൾക്ക് വികാരി ഫാദർ റാഫേൽ താണിശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജിജി മാളിയേക്കൽ, ജനറൽ കൺവീനർ മറഡോണ പീറ്റർ, കൈക്കാരന്മാരായ സാബു കുറ്റിക്കാട്ട്, ഔസേപ്പ് വാഴപ്പള്ളി, ബാബു ജോർജ് താണിക്കൽ, ജോസഫ് പുലിക്കോട്ടിൽ, പബ്ലിസിറ്റി കൺവീനർ ബിജു P ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CPI മാള മണ്ഡലം സമ്മേളനം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കുഴൂരിൽ നടക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് കുഴൂർ SNDP ഹാളിൽ നടക്കുന്ന പാർട്ടി ജന്മശതാബ്ദി സംഗമം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KV വസന്തകുമാർ, MR അപ്പുക്കുട്ടൻ, MK ബാബു, CN സുധാർജനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര സ്നേഹ മ്യൂസിയത്തിൽ ഈ മാസം 10 മുതൽ 30 വരെ ഇൻറ്റിമസീസ് ബിയോണ്ട് ഡിസ്റ്റൻസസ് എന്ന പേരിലുള്ള കലാപ്രദർശനം ഒരുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രശസ്ത കലാകാരനായ ആർട്ടിസ്റ്റ് ജോഷയുടെ പെയിന്റിങ്ങുകളും ശില്പങ്ങളുമാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മ്യൂസിയം ഡയറക്ടർ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ക്യൂറേറ്റർ ഡോക്ടർ ജോർജി ജോസഫ്, ആർട്ടിസ്റ്റ് ജോഷെ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആളൂർ SNDP സമാജം എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. ആളൂർ കനാൽപ്പാലം SNDP ഗുരുമണ്ഡപത്തിൽ നിന്നും ശ്രീകൃഷ്ണ വിഗ്രഹ ഘോഷയാത്ര നടന്നു. ക്ഷേത്രം തന്ത്രി ചെമ്മാലിൽ CK നാരായണൻകുട്ടി, സമാജം പ്രസിഡന്റ് EK മാധവൻ എന്നിവർ ചേർന്ന് യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിച്ചു. പന്തളം ശശിധരൻ പിള്ളയാണ് യജ്ഞാചാര്യൻ. യജ്ഞം 14-ന് സമാപിക്കും. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ, വെള്ളി ഗ്രാമിന് 108 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,351 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി കുണ്ടായിയിൽ വീണ്ടും പുലിയിറങ്ങി. വട്ടത്തൊടി ഖദീജയുടെ തൊഴുത്തിൽ കെട്ടിയിട്ട കന്നുകുട്ടിയെ പുലി കൊന്നു. ഭീതിയോടെ പ്രദേശവാസികൾ. തിരുവല്ലുവാമലയിൽ മാവിന്റെ കൊമ്പൊടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീണു. മുള്ളൂർക്കരയിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ച് കാർ യാത്രികർക്ക് പരിക്ക്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അഡ്മിഷൻ എത്തുന്ന വിദ്യാർത്ഥികളിൽ നിന്നും അനധികൃതമായി പണം പിരിക്കുന്നതായി പരാതി. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് PTA. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.